ഇന്ന് കുറച്ച് വെള്ളമടിക്കാനാവും നോക്കിയിട്ടില്ല. കുറച്ചെല്ലാം ഇങ്ങനെ ഉണങ്ങിപ്പോയെന്ന്. വെള്ളമടിക്കലേ കുറവാണ്. അല്ലേ കുറേച്ചാ ചെറിയ പൈപ്പാണ്, എണ്ണം കുറഞ്ഞ പൈപ്പായതുകൊണ്ട് ഇടതയോട് ഇങ്ങനെ മെല്ലെ എന്താ ഒരു ഒട്ടുപ്ലാവുണ്ട്. ഇതല്ല എന്താ കുഞ്ഞുമേട്ടനിത് എപ്പോഴും ഇതിന് വന്നിട്ട് സൂക്ഷിക്കലാണ് പണി. എപ്പം വളവിടലും വെള്ളമൊഴിക്കലും എന്ന് പിടിച്ച് കാണാൻ ഇതൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ തണലായതുകൊണ്ട് എല്ലാം തണലാണ്. അതുകൊണ്ട് ഈ ഒട്ടുപ്ലാവൊന്ന് ഇപ്പോൾ കായ്ക്കാനെല്ലാം ആയി, മുമ്പേ ആയി, ചെറിയതായി ഇങ്ങനെ പൂല് പോലെ. ഇങ്ങനെ കുറേ കൊല്ലം 2 കൊല്ലം മുമ്പേ ഇങ്ങനെ ഉണ്ടായിന്. പക്ഷേ അത് ചക്കയാവുന്നില്ല. ഒരു വെണ്ണം വെക്കുന്നിടത്ത് നമ്മളെ മണ്ണ് തന്നെ ഒരു ഗുണമില്ലാതെ മണ്ണാണ്. ഒന്ന് നട്ടാലും ഉണ്ടാവില്ല. അത്രയും ഇങ്ങനെ നോക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടും. ഒട്ടുപ്ലാവാണ്. അതുപോലെ ഇതും പിന്നെ ഇത് എത്ര ആയി, ഇപ്പം ചെറിയ തയ്യാണ്ടായിന്. നല്ലോണം നോക്കും ഇതിനെല്ലാം എപ്പോഴും വന്നിട്ട്. ഇതുവരെ പിടിച്ചില്ലേ. കോയക്കപ്പുളി എന്നാണ് നമ്മ ഇതിനെ പറയില്ല, അയിരുമ്പാമ്പുളി എന്നെല്ലാം പറയുന്നത്. ഇത്ര ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പിടിച്ചിട്ടില്ല, ഇക്കൊല്ലം പൂത്തിട്ടില്ല, ഇത്രയായി. ഇതെല്ലാം നല്ല ശ്രദ്ധയോടെ എപ്പോൾ ഇതിനെ വന്നിട്ട് നോക്കും. ഒന്ന് കളയാണ്ട് നമുക്ക് ഇനി നോക്കാം പറ്റും പോലെ. നല്ലൊരു ഓർമ്മയല്ലേ. പൂത്തിട്ടേ വെച്ച് ഇപ്രാവശ്യം പൂക്കുന്നൊരു ചാമ്പയുണ്ട് ഇവിടെ. ഇതിനെല്ലാം പിടിച്ചാൽ കുഞ്ഞക്കെല്ലാം പറിച്ച് കൊടുക്കലും എല്ലാം ഒരു ആരംഭമാണ്. എപ്പോഴും അച്ചാച്ചൻ്റെ വയ്യന്നെ എല്ലാവരും നടന്ന് എല്ലാവരും കുഞ്ഞക്കെല്ലൊരു ഇതാണ്. ഭാഗ്യം വേണ്ട എല്ലാറ്റിനും. ഞാനിങ്ങനെ എനിക്ക് പറ്റും പോലെ മനസ്സിനൊരിതായാലും ഇതെല്ലാം കാണുകയും പറ്റുന്നത് ചെയ്താൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ കിടക്കുമ്പോഴല്ലേ ഇതാണ് ചിന്തിക്കല്. നമ്മൾ ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ നമുക്കൊരുപാട് വിഷമമല്ലേ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും നിൽക്കില്ലല്ലോ. അല്ലേ, കുറച്ച് വെള്ളമെല്ലാം അടിച്ചിട്ടേ കുറച്ചായിട്ട് അടിക്കാറുമ്പോൾ മക്കൾക്ക് സമയം കിട്ടുമ്പോൾ അടിക്കും. എപ്പോൾ അവർക്ക് ഇന്ന് കല്യാണമൊന്നും ഉണ്ടാവലേ ഇല്ല. കോവിഡെല്ലാം കഴിഞ്ഞപ്പോൾ പണിയെല്ലാം കുറവ് തന്നെ, എത്രയും കുറവ് തന്നെ. സ്റ്റുഡിയോക്കാർക്കെല്ലാം പണി കുറവല്ലേ ഇപ്പോൾ. എന്നാലും സ്റ്റുഡിയോ തുറന്നട വെക്കണ്ടേ. അങ്ങനെ കിട്ടുന്ന സമയത്തൊന്നെങ്കിലും ചെയ്യുവാണ്. വിറകെല്ലാം കണ്ടില്ല, ഒരുപാടുണ്ടതാ. എല്ലാം മരം നിറച്ച് മരം. ഇപ്പം ഇങ്ങനെല്ലാം വെളുത്തു പോയത് എല്ലാം കുറേ മുറിച്ച് കളഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും നടാന്ന് പറഞ്ഞിട്ടേ. ഈ വിറകൊന്നും നമ്മൾ പലഹാരമാക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല കത്തിക്കാനൊന്നും. അത് വിറക് ഒരുപാടുണ്ട്. മരമെല്ലാം മുറിച്ച് അടയെല്ലാം കൂട്ടിയിട്ട് ഇപ്പോൾ അടുപ്പേ ഇല്ലാണ്ടായി. ഇനിയിപ്പോൾ അവിടെ നമുക്ക് ഒരടുപ്പാക്കണം. എന്താ നമ്മൾ അടുപ്പാക്കിയ സ്ഥലം അത് അവിടെ ഉണ്ടായിന്. വീടും നല്ലതായിട്ട് ഇനി അവിടെ നല്ലൊരു അടുപ്പാക്കിയിട്ട് നമുക്ക് അവിടെ കത്തിക്കാനാക്കുമ്പോൾ വിറെല്ലാം കുറച്ച് കത്തിക്കാല. ഇപ്പം തിരക്കാന്ന്. മോൻ്റെ ഭാര്യക്കും ജോലിയെല്ലാം രാവിലെ പോയാൽ രാത്രിയേ വരും. അങ്ങനെയെല്ലാം വിറക് കത്തിക്കാനൊന്നും നല്ല സമയമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ആയിരിക്കും. ഇല്ലത് നമുക്കില്ലത് കുറച്ച് കളയാണ്ട് ഇനിയെങ്കിലും. ഇത്രയും കാലങ്ങളെല്ലാം പോയി. ഇങ്ങനെയെല്ലാം കാണുന്നതും ഇങ്ങനെയൊന്നും എല്ലാം ഇവിടെ ഉണ്ടായിന്. നല്ല പച്ചപ്പായിട്ടെല്ലാം കവുങ്ങെല്ലാം നിറഞ്ഞിട്ട് ഒരുപാടുണ്ടായിരുന്നില്ല. നല്ല പോയി. നമ്മൾ കിടന്നു പോയാൽ പിന്നെ എല്ലാം അങ്ങനെ തന്നെയല്ലേ. കാണുമ്പോൾ ഒരുപാട് വിഷമം തന്നെ. എന്താണ് കുറേശ്ശെ ഇങ്ങനെ ആവുമെങ്കിലും ഞാനെല്ലാം ചെയ്യും. പോലെ ചെയ്യാം. എല്ലാം കുറച്ചതായി. ഇപ്പം ഞാൻ വെള്ളം അടിച്ചു. ഇതിനെല്ലാം കുറച്ചായിട്ട് ഇപ്പം ഇതെല്ലാം ഇപ്പം വെച്ച് കൊടുത്തതാണ്. ഇതെല്ലാം വലുതെല്ലാം മുഴങ്ങിപ്പോയി. ഇതെല്ലാം ഇപ്പം വെച്ച് കൊടുത്ത കങ്ങും ചെയ്യാണ്. കുറച്ചാടി ഇതെല്ലാം ഉണ്ട് ഇങ്ങനെ. നമുക്കാവും പോലെ എല്ലാം ചെയ്യുക. ഇതുപോലെ എല്ലാവരും കുറേശ്ശെ കൃഷിയോട് എല്ലാവരും ഇതുപോലെ താല്പര്യം കാണിച്ചാൽ കുറച്ച് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമല്ലേ നമുക്ക്. നമ്മൾ നല്ലത് നമ്മളെ കാട് കയറിയത് ഇപ്പോൾ എല്ലാം വയക്കിയതാ, നല്ല വൃത്തിയായി. അപ്പോൾ എല്ലാ വളപ്പിലും കാടാണ്. അങ്ങോളം വയക്കി. ഇപ്പോൾ എല്ലാം ഇതൊന്നും അങ്ങോട്ട് നോക്കിയാൽ കാണില്ല കാടായിട്ട്. ഇപ്പോൾ നമ്മളെ വയലിലേക്കൊന്നും കാണാനില്ല. ഇപ്പം എന്തൊരു ഇതാന്ന് നോക്കറതാണെന്നും അങ്ങോട്ടെല്ലാം കാണാനിപ്പം അങ്ങോളം കാണും. നമ്മളെ വീട് നിന്നാൽ നല്ലൊരു ഇതാണ്. ആളില്ല, ഏടെ ആളില്ല. വീടുണ്ട്, അതായത് എല്ലാം ആളില്ല, ചുറ്റും ആളില്ല. വടക്ക് ഭാഗം മാത്രം ഉണ്ട് ആൾ. ഇതെല്ലാം തറവാടും ഇതെല്ലാം ആയിട്ട് ആരുമില്ല. പടിഞ്ഞാറാളില്ല, തെക്കാളില്ല, കിഴക്കാളില്ല. വടക്ക് ഭാഗം മാത്രമുണ്ട് ഒരു വീട്ടിലെ ആൾ. മറ്റെല്ലാം ഇങ്ങനെ സ്ഥലവും വീടും എല്ലാം ഉണ്ട്. എല്ലാം വിദേശത്തും അങ്ങനെയെല്ലാമാണ്.
മൈസൂർ വാഴയെല്ലാം കൊലക്കലായി എല്ലാം കൊലച്ച് കഴിഞ്ഞ പാടെല്ലാം വീണ് പോകും. അങ്ങനെ മൂക്കാൻ നിൽക്കില്ല, എപ്പോഴും അങ്ങനെ ഒരു തണ്ട് തുറപ്പം പുഴുവായിട്ട് ഉണ്ടാവും. ഒരു കൊലയും നല്ല കൊലയുണ്ട് ഇപ്പോൾ. നല്ലോണം കൊലച്ചിട്ടുണ്ട്. എല്ലാം കൊലച്ചിട്ടുണ്ട്. നടന്ന് നോക്കാൻ തന്നെ നമുക്ക് വേണ്ട. നല്ലൊരു കൊല ഇതാണ്. വലിയൊരു കൊല അപ്പുറമുണ്ട് ഇപ്പോൾ കൊലച്ചിട്ട്. എല്ലാം വെള്ളം അടിക്കണം കുറച്ച് കുറച്ചായിട്ട്. അവിടെ ഇതൊന്ന് കുറച്ചിട്ടുണ്ട്. അങ്ങനെ നിറച്ചുണ്ട്. മുമ്പേ ഒരു വാഴ കൊണ്ടുവച്ചാണ്. വാഴ കൂട്ടം തന്നെയാണ് ഇവിടെ ഇപ്പോൾ.